ഇത് മുബാർക്ക് ചോദിക്കട്ടെ എന്താ കൈമിലൊക്കെ കുട്ടികളെ കെട്ടി കളിക്കാൻ പാടാ ചായ കുടിച്ച് ചായ കിട്ടാൻ വേണ്ടിട്ട് പോയതല്ലേ ചായ കുടിച്ചിട്ട് ഞാൻ കണ്ടിരുന്നു അതവിടെ എന്നിട്ട് എന്നെ കാത്തുക്കാണ് പോലെ പിന്നാളല്ലേ ഇനിയിപ്പോ എന്താ ചെയ്യാ ഒന്നുമല്ല ഞാൻ ആ കുഞ്ഞാപ്പൂന്റെ അടുക്ക് പോയതായിരുന്നു ഞാനും പറഞ്ഞു ഈദ് മുബാറക്ക് അത് കൊറേ നേരം അവിടെ നിന്ന് ഞാന് ഓനിപ്പോ വരാണ്ട് പോയതാണ് എന്തേ തന്നെ ആ പൊട്ടെ ഇപ്പൊ വരാണ്ട് ഉമ്മാനോട് പറയട്ടെ മൈലാഞ്ചി കുട്ടികൾ കേടിയെത്തിക്കുന്നു പറഞ്ഞിട്ടേ അത് നോക്കണ്ട അനീഫ് എന്നിട്ട് ഇപ്പൊ എടുക്കാണ് പെരുന്നാളൊക്കെ ആയിട്ട് പോണു എല്ലാവർക്കും പെരുന്നാൾ തന്നെയാണ്. അപ്പോ ഞങ്ങളെ സ്നേഹിക്കണം, ഞങ്ങളെ സ്നേഹിക്കപ്പെടാത്തതുമായ പ്രേക്ഷകരെ, ഇന്റെയും ഷാജിന്റെയും വാവാന്റെയും കുഞ്ഞാപ്പൂന്റെയും ഓന്റെയും ഉമ്മാന്റെയും വക ഈദ് മുബാർക്ക്. എല്ലാവർക്കും ഈദ് മുബാർക്ക്, ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. അപ്പോൾ നിങ്ങൾ പതിവ് പോലെ ഞങ്ങളെ വീഡിയോ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിശേഷം എല്ലാരും കുറെ ആൾക്കാരൊക്കെ ടൂർ പോയിക്കാരും, കുറെ ആൾക്കാരൊക്കെ വീട്ടിൽ കേൾക്കാരും. ഞങ്ങൾ എവിടേക്കും പോണില്ല. ഞാൻ എടുക്കും പോണില്ല. എത്തി എവിടേക്കും പോകണ്ട? ഇല്ല, ഞാൻ പോണില്ല, തീരുമാനിച്ചിട്ടില്ല. ചിലപ്പം പെട്ടെന്ന് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ലോങ് ഒന്നും പോകില്ല, അടുത്ത എവിടേക്കും. അതെ. അപ്പൊ ഇന്ന് വീഡിയോ എങ്ങനെയൊക്കെയാണ്? ഞങ്ങളിപ്പോ ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ ചെയ്യുന്നില്ല. ഇന്നലെ ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല, ഓരോ തിരക്ക് കാരണം. ഇന്നലെ വീഡിയോ ഞാൻ പണി കഴിഞ്ഞ് വന്ന് നേരം വൈകി. എനിക്കാണെങ്കിലും ഒരു തിരക്കുണ്ടായിരുന്നു. എന്നിട്ട് മോനെ സാധനം മേടിക്കാൻ പോയി. അപ്പൊ പാതിരായിക്കണം. അപ്പൊ ഞങ്ങൾക്ക് പിന്നെ അടിക്കാൻ വിളിച്ചപ്പോ നേരം വൈകിന്ന് പറഞ്ഞു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ കുറെ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മള് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വിടണമെങ്കിൽ ടൈം ഒരുപാട് പിടിക്കും. അപ്പൊ അതിനൊരു സമയമുണ്ട് ഞങ്ങൾക്ക്. ആ സമയത്തില് വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാം, നടന്നാലേ ഇതൊക്കെ നടക്കുള്ളൂ. പിന്നെന്താ അവിടെ പയറിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ കുഞ്ഞാപ്പൂന് പൊട്ടിക്കാളാണ് ഇതൊക്കെ. ഇത് ഓൻ പൊട്ടിക്കൊന്നുമില്ല, ഓൻ പയറ് കൂട്ടില്ല. ഇത് കുഞ്ഞാപ്പൂന് പൊട്ടിക്കാളല്ല, ഇത് വേറെ ആൾക്കാർ ഉണ്ടാക്കിയാണ് പയറിന്റെ. അങ്ങനെയാണല്ലേ? വിചാരിക്കണ കുഞ്ഞാപ്പൂ ഒരാളെ മോഷ്ടിക്കോ കക്കോ ഒന്നുമില്ല, ഒരു കഥാപാത്രം അങ്ങനെ. ശരി. അപ്പൊ കുഞ്ഞാപ്പൂനെ കള്ളനാക്കില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഇത് പയറ് കാണിച്ചപ്പോ പറഞ്ഞു പോയതാ. ഒന്നുകൂടി പറയാനുള്ളത്, നമുക്ക് കുറെ കൂട്ടായ്മ ഉണ്ടല്ലോ ഇപ്പൊ. ഈ പ്രവാസി കൂട്ടായ്മ, യൂട്യൂബേഴ്സ് കൂട്ടായ്മ, അങ്ങനെ കുറെ കണ്ടമാനം ഫ്രണ്ട്സുകളുണ്ട്. അപ്പൊ അവരോടൊക്കെ ഞാൻ നേരിട്ട് സംസാരിക്കുമ്പോ അവർക്ക് ഇഷ്ടമല്ല. അവര് പറയും ഞങ്ങൾക്ക് കുഞ്ഞാപ്പൂനോട് സംസാരിക്കാൻ താല്പര്യം, കുഞ്ഞാപ്പൂനെ വിളിക്കുക അറിയും, കുഞ്ഞാപ്പൂന്റെ സംസാരം മതി, കുഞ്ഞാപ്പൂനെ മതി. ഈ കുഞ്ഞാപ്പൂനെ സൃഷ്ടിക്കണ ഞങ്ങളാണ്. അപ്പൊ ഈ സൃഷ്ടിക്കണ ഞങ്ങളെ ആർക്കും ആവശ്യമില്ല, എല്ലാവർക്കും കുഞ്ഞാപ്പൂനെ സംസാരിച്ചാൽ മതി. അങ്ങനെയാണ് ഇപ്പൊ എല്ലാരും പറയണത്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പരിപാടിയൊക്കെ നമ്മളെ വിളിച്ച് പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ ആരും മെയിൻറ്റെയിൻ ചെയ്യില്ല. ഓൾറെഡി കുഞ്ഞാപ്പൂര് വേഷം കെട്ടി വന്ന അപ്പൊ കുഞ്ഞാപ്പൂ എത്തിയല്ലോ പറയും. അല്ല ഇനിയിപ്പോ ഏതൊക്കെ പരിപാടിയുള്ള നമുക്ക്? ഷൊർണൂര് പോവാണ്ട്. ഷൊർണൂര് കല്യാണി അമ്മടുത്ത് പോണം, പാവാണ്. പിന്നെ കോഴിക്കോടത്തെ പരിപാടി എന്നാ? കോഴിക്കോടത്തെ ഏപ്രിൽ രാമനാട്ടുകാരല്ലേ? രാമനാട്ടുകാര. അത് ഏപ്രിൽ 26-ാം തീയതി. അത് വലിയ പരിപാടിയാണ്. അന്ന് ഞങ്ങളെല്ലാ യൂട്യൂബർ ഉണ്ടാവൂട്ടാ. അപ്പൊ നിങ്ങളെല്ലാവരും ഞങ്ങളെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമുക്ക് ഇതിനൊക്കെ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട് യൂട്യൂബിന്റെ. ആരാണ്? ഷെഫീഖ് ആലിങ്കൽ. ഷെഫീഖ് ഒരു യൂട്യൂബറാണ്. നിങ്ങൾക്ക് നല്ല യൂട്യൂബർ വെച്ചാൽ യൂട്യൂബറിനെ പറ്റിട്ടൊക്കെ പറഞ്ഞു കൊടുക്കും. കാരണം എങ്ങനെ പൈസ ഉണ്ടാക്കുക, എങ്ങനെ ഫോളോവേഴ്സ് കൂട്ടാ, എങ്ങനെ എന്ത് വേണേലും ആള് ചെയ്തുതരും. ഷെഫീഖിന്റെ നമ്പർ ഷെഫീഖിന്റെ ആലിങ്കലാണ് ഷെഫീഖിന്റെ വീട്. പുതിയതായി വരുന്ന യൂട്യൂബറിനോടും ഫേസ്ബുക്കിലുള്ള ആൾക്കാരോടും ഇൻസ്റ്റാഗ്രാമുള്ള ആൾക്കാരോടും നിങ്ങൾ ഇത് എങ്ങനെ ടെൻഷൻ അടിക്കണ്ട, നമുക്കിപ്പോ എങ്ങനെ പൈസ വരിക, എങ്ങനെ വരാതിരിക്കുക, എങ്ങനെന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ചിലവർ എന്നോട് ചോദിക്കലുണ്ട്. എനിക്ക് സത്യം പറഞ്ഞിട്ട് ഒന്നും അറിയില്ല, ഞാനേ അഭിനയിക്കുന്നുള്ളൂ. ഞാനൊരു ഇവന്റെ പേര് കൊടുക്കും. അപ്പൊ നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട, ഞങ്ങളൊരു നമ്പർ തരാം ഷെഫീഖിന്റെ. പുതിയതായിട്ട് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും
ഷെഫീഖുമായി ബന്ധപ്പെടുക. പേയ്മെന്റ് ചെറുതായിട്ട് കൊടുക്കേണ്ടി വരും. അത് പിന്നെ പറയൂ. കാരണം അത് മറ്റുള്ളവരൊക്കെ വലിയ സംഖ്യ പറയാം. പക്ഷെ എന്റെ നല്ലൊരു സുഹൃത്തായിട്ട് ആള് ഉള്ളത് പറയാം, നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് ഏൽപ്പിക്കാം. ഞങ്ങൾക്ക് പൈസ നിങ്ങൾക്ക് നിങ്ങളെ മൊബൈലിൽ വരുന്ന അക്കൗണ്ടിലേക്ക് വരുന്ന വരെ മൂപ്പര് സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ചില ആൾക്കാരുണ്ട്, ഉദാഹരണം ഞാൻ തന്നെ ഇപ്പൊ ചാനൽ തുടങ്ങി ഫേസ്ബുക്കില്, അതില് എനിക്ക് ഇതിനായിട്ട് ഒന്നും അറിയില്ല. ഇപ്പൊ ഞമ്മക്ക് തന്നെ അറിയുന്നില്ലല്ലോ. ആദ്യം അറിഞ്ഞില്ലൊക്കെ വീഡിയോ എടുക്കുക എന്താന്നുള്ള അറിയില്ല. അപ്പൊ പൈസ നേരെയാക്കണം പിടിക്കണം ഇതൊക്കെ ഷെഫീഖിന്റെ കോൺടാക്ട് നമ്പർ തരാം, നിങ്ങൾ ഷെഫീഖുമായി ബന്ധപ്പെടുക. ഇത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. ഇനിയിപ്പോ നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം. ഞങ്ങൾ നാളെ കുഞ്ഞാപ്പനും ഉമ്മാനായിട്ടൊക്കെ വരാം. എല്ലാവർക്കും ഒന്നുകൂടി ഈദ് മുബാറക്ക് പറഞ്ഞുകൊണ്ട് സർവശക്തനായ അള്ളാഹു ആരോഗ്യം ദീർഘായുസും ആരോഗ്യം തരട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ താൽക്കാലികമായി ഇപ്പൊ ഇവിടെ പറയുകയാണ്. എന്നാ ഓക്കെ, എന്നാ ഞാൻ പോട്ടടാ. എന്നാ ചോദിക്കോ.